ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉമ്മിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പത്തിരിക്ക് ചൂടോടുകൂടി മാവ് കുഴയ്ക്കാൻ മടിയുള്ള ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മാവ് കുഴയ്ക്കാതെയാണ് പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല. ഒരു ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് ഈ പൊടി ഒന്ന് കലക്കിയെടുക്കണം. ഇവിടെ നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലിമാവിൻ്റെ ഒരു ബാറ്റർ പോലെ നമുക്ക് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്കിതിനെ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ നല്ലപോലെ ഇളക്കി കുറുകി വരുമ്പോൾ നല്ല തിക്കായിട്ട് വരും. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരും നല്ലൊരു ബോൾ പോലെ, പത്തിരിമാവിൻ്റെ പൊടിയൊക്കെ കുഴക്കില്ല അതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വയ്ക്കണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിനി ഇത് ബോൾസ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കും. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതിന് ബോൾസ് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെല്ലാം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പത്തിരി പ്രസ് എടുത്ത് അതിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യാണ്. ഞാനിവിടെ പൊടിയൊന്നും മുട്ടുന്നില്ല. ഞാൻ സാധാരണ പത്തിരി ഉണ്ടാക്കുമ്പോൾ പൊടി മുട്ടാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാൻ പരത്തിയിട്ട് പാനിലേക്ക് വെച്ച് ചുട്ടെടുക്കുകയാണ്. നമ്മൾ സാധാ പത്തിരി ചുടും പോലെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. കണ്ടോ, നല്ലപോലെ ഇത് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല നൈസ് പത്തിരിയാണ്, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ മാവ് വാട്ടിക്കുഴച്ച് പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതേ ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടാണ്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ഈസി ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക.